ഹായ് എല്ലാവരും ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ പഠനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിരുന്നത് കേരളത്തിന് പുറത്താണ്. ഇന്ത്യക്ക് വെളിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് മാസങ്ങൾ പിടിക്കും. പക്ഷെ ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് നാട്ടിലേക്ക് എത്തും. നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള അയൽവക്കക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം. ഇവര് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്: നീ മെലിഞ്ഞിട്ടുണ്ടല്ലോ, നീ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ടുണ്ടോ? ഇതാണ് എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നുള്ളത് ആദ്യമൊന്നും എനിക്ക് ഒട്ടും പിടികിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ചില ആളുകൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ആരെ കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാം, നീ മെലിഞ്ഞിട്ടുണ്ട്, ക്ഷീണം. അത് അവരുടെ നാവിൻ തുമ്പത്ത് ഇങ്ങനെ ഈ വാചകം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച പോലെയാണ്. എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പിന്നെ മനസ്സിലാക്കിയത് അത് കുറച്ച് ശതമാനമൊക്കെയാണ്. അതല്ലാതെ വേറൊരു കാരണം കൂടിയുണ്ട്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്, അല്ലേ? അതായത് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ല തടിച്ച് കൊഴുത്തിട്ടൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ എല്ലാവരും പറയും, അവൻ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, ജീവിതത്തിൽ അവൻ വിജയിച്ചിട്ടുണ്ട്. അതായത് ഈ തടി കൂടുക എന്ന് പറയുന്നത് ജീവിത വിജയത്തിന്റെ ഒരു അടയാളമായിട്ട് കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കൊടവയറൊക്കെയുള്ള അമ്മാമാരെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒരാഠ്യത്വത്തിന്റെ പ്രതീകമാണ് എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം. ശരിയല്ലേ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്നറിയോ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വെയിറ്റ് കൂടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 10-15 വർഷത്തെ എൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു 2-3 കിലോയുടെ ഒരു വേരിയേഷൻസ് മാത്രമേ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിലപ്പുറം കൂടാൻ ഞാൻ സമ്മതിക്കാറില്ല. ഒന്നാമത് സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ തടി കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ശരീരം പിന്നെ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന പോലെ വഴങ്ങൂല. അപ്പൊ അതുകൊണ്ട് തന്നെ തടി കൂടുക എന്ന് പറയുന്നൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോഴും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം എൻ്റെ സെൻട്രൽ ഹാളിൽ, വീടിൻ്റെ സെൻട്രൽ ഹാളിൽ വെയിറ്റ് നോക്കുന്നൊരു മെഷീനുണ്ട്. അതിലൂടെ ഒരു നേരമെങ്കിലും കയറി ഇറങ്ങി ഞാൻ പോകും. അതെന്തിനാണെന്നറിയും? അത് എന്നെ സ്വയം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഏത് രീതിയിൽ ഇനി കഴിക്കണമെന്നും കഴിക്കണ്ടെന്നും തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വെയിറ്റ് കൂടുക എന്നുള്ളതാണ്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഇതിങ്ങനെ കുറച്ചെടുക്കുക എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും, അല്ലെ? മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും അവൻ നന്നായിട്ടൊക്കെ ഉണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ എളുപ്പം. പക്ഷേ അതുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ അത്ര ചെറിയ കാര്യങ്ങളല്ല. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവര് അവൻ ഉഷാറായിട്ടുണ്ട് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തടി കൂട്ടാനൊന്നും ശ്രമിച്ചേക്കരുത്. തടി കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ 1 മാസം ശ്രമിച്ചാൽ മതി. നല്ല രീതിയിൽ കലോറി ഉള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ ഉള്ള ഫുഡുകളൊക്കെ വാരി വലിച്ചും കഴിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ 5-10 കിലോ 1 മാസം കൊണ്ട് നിങ്ങൾ കൂട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ അത് കുറക്കാൻ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ആയുസ് മതിയായെന്ന് വരില്ല. അത് മാത്രമല്ല, അതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത്രയ്ക്കേറെ വലുതുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ സെലിബ്രിറ്റികൾക്കൊന്നും പ്രശ്നമല്ല, കാരണം അവരിങ്ങനെ 5-6 മാസം കൂടുമ്പോൾ വെയിറ്റ് കൂട്ടും കുറയ്ക്കും. പക്ഷെ ലക്ഷങ്ങൾ ഇതിന്റെ പിന്നിൽ മുടക്കുന്നുണ്ട്, അല്ലെ? ഒരു ഡോക്ടറെയൊക്കെ വെച്ച്, ഡയറ്റീഷ്യനെയൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് ഫുഡുകളൊക്കെ കൺട്രോൾ ചെയ്ത് 24 മണിക്കൂറും അവരോടൊപ്പം ഉണ്ടാകും ഒരു ഡയറ്റീഷ്യൻ, ഒരു ഡോക്ടർ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തവർ കൊണ്ടുപോകുന്ന ഒരു സാധാരണക്കാരന് ഈ പരിപാടി നടക്കും. ഒരു ഡോക്ടറെയൊക്കെ വെച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ തന്നെ അവനവന്റെ ആരോഗ്യത്തെ നോക്കിയേ പറ്റൂ. അപ്പോൾ വെയിറ്റ് കൂടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനുള്ള പരിപാടികൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിനെന്ത് വേണം? വെയിറ്റ് കൂടുന്നുണ്ട് നമ്മൾ അറിയണം. നിങ്ങളുടെ വീട്ടിൽ ഒരു വെയിറ്റ് നോക്കുന്ന മെഷീൻ വാങ്ങിച്ചു വെക്കുക. ഒരു 100-500 രൂപ വരും. ജീവിതത്തിൽ അതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല എന്നുള്ളതാണ്. എന്നിട്ട് എല്ലാ ദിവസവും അതിന്റെ മുകളിൽ കയറി ഒന്ന് ഇറങ്ങുക, വെയിറ്റ് നോക്കുക, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള വെയിറ്റ് ആദ്യം കണക്കാക്കണം. എന്നിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അസുഖങ്ങൾ തേടി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വളരുമ്പോഴേക്കും
അവർക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ബാധ്യതയായി മാറാതിരിക്കാൻ ആരോഗ്യമുള്ള രക്ഷിതാക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എത്ര കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു കൃത്യനിഷ്ഠ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. വലിയ പാടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല ടേസ്റ്റൊക്കെയുള്ള ഫുഡ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കഴിക്കണം തോന്നും. പക്ഷേ വയറ് നിറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. പക്ഷെ വലിയ പാടാണ്. അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇന്ന് പല ആളുകളും ഈ ആരോഗ്യ പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ തൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റിലല്ല ജീവിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതശൈലി മോശമായതുകൊണ്ടാണ്. മികച്ച ശീലങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് തൊട്ടറിയാൻ പറ്റണം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തോടു കൂടി ആയുഷ്കാലം മുഴുവൻ നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മക്കൾക്ക് ബാധ്യതയാക്കി നമ്മളിങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും. അത് ഉണ്ടാകാതിരിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോയിൽ നല്ല ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.